കമനീയ കിശോരമുഗ്ധമൂർത്തേः കളവേണു കൊണിതാദൃതാനനേന്തോः മമ വാജി വിജൃംഭതാം മുരാരേ മധുരിം ന കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്ത്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മല്ലിയോർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രുക്മിണീ സ്വയംവര കഥയാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കഥകളെ കൊണ്ട് മാധ്വീർ ലോകമലാപഹ, ലോകത്തെ മാലിന്യങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കുന്നുവെങ്കിൽ നിരോധം എന്നുള്ളൊരു ലക്ഷണം തന്നെ അതാണ്. മറ്റ് എല്ലാ വിഷയത്തിൽ നിന്നും നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു. ഇന്നലെ നമ്മൾ ആ ബ്രാഹ്മണൻ ഭഗവാന് കൊണ്ട് കൊടുത്തതായിട്ടുള്ള സന്ദേശം കണ്ട് വേഗം തന്നെ അവിടുന്ന് യാത്രയാകാൻ തുടങ്ങുന്നു എന്നുള്ള ഭാഗം തൊട്ടാണ് ഇനി 53 അധ്യായത്തിൽ പറയുന്ന ശ്രീകൃഷ്ണന്റെ ആ കുണ്ടിനപുരിയിലേക്കുള്ള യാത്ര, അതുപോലെ തന്നെ രുക്മിണിയെ അവിടുന്ന് സ്വീകരിക്കുക, രുക്മിണീഹരണം എന്ന് പറയും. 1 അധ്യായം രുക്മിണി സ്മരണം, 2 രുക്മിണീഹരണം, 3 രുക്മിണി സ്വയംവരം. ഇങ്ങനെ 3 അധ്യായങ്ങളായിട്ടാണ് പറയാറ്. വൈദഭ്യാസതു സന്ദേശം നിശമ്യ യദുനന്ദന പ്രഗൃഹ്യ പാണിനാ പാണിം പ്രഹസന്നിതം അബ്രവീൽ. ആ രുക്മിണി സന്ദേശം കേട്ടതോടുകൂടി ഭഗവാൻ വേഗം തന്നെ ദാരികനെ വിളിച്ച് രഥം തയ്യാറാക്കിക്കൊണ്ട് ബ്രാഹ്മണന്റെ കൈ പിടിച്ച് ഒന്ന് മന്ദഹസിച്ചു, പതിവ് പോലെയുള്ള രീതിയിൽ. കാരണം താൻ എത്രയോ നേരമായി ഇങ്ങനെ ഇത് നോക്കിയിരിക്കുന്നു രുക്മിണിയുടെ സന്ദേശത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലായി അവിടെ. അങ്ങനെ ആ രുക്മിണിയുടെ ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള അതേ രീതി തന്നെ ഞാനും ഉറങ്ങാതെ രുക്മിണിയുടെ സന്ദേശത്തിനായിട്ട് ഇവിടെ നോക്കിയിരിക്കുകയായിരുന്നു അവിടെ. എന്തായാലും ആ രുക്മിക്ക് തന്നോടുള്ള ശത്രുത്വം കൊണ്ട്, കൃഷ്ണദ്വ എന്നാണ് പറയുന്നത്, അപ്പം തന്നോടുള്ള ശത്രുത്വം നിമിത്തം കൊണ്ട് ആ വിവാഹം ഇപ്പോ മുടങ്ങാൻ കാരണമാകുകയാണ്. അതുകൊണ്ട് ആ ദുഷ്ട രാജാക്കന്മാരെയൊക്കെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് എന്നിൽ ഏറ്റവും താല്പര്യമുള്ള, എന്നെ ആശ്രയിച്ചുകൊണ്ടുള്ള എൻ്റെ ഭക്തന്മാരെ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്ന് തീരുമാനം എടുത്തുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. മൽപരാമവനദ്യാംഗീ മേധസോഗ്നിശിഖാമിവ. എങ്ങനെയാണോ അരണിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ തടിയിൽ നിന്ന് ഈ അഗ്നിയെ, അരണി കടഞ്ഞ് ആ അഗ്നി എടുക്കുന്നത് പോലെ ആ രുക്മിണിയെ ഞാൻ ഇവിടെ കൊണ്ടുവരും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേഗം തന്നെ അവിടെ ആ വിശേഷപ്പെട്ടതായിട്ടുള്ള ഭഗവാന്റെ കുതിരകള്, ശൈബ്യൻ, സുഗ്രീവൻ, അതുപോലെ തന്നെ മേഘപുഷ്പൻ, വലാഹകൻ, ഇങ്ങനെ 4 തരത്തിലുള്ള ആ കുതിരകളെ കൂട്ടിയതായിട്ടുള്ള രഥത്തില് ദാരുകനെ ആയിക്കൊണ്ട് ഭഗവാൻ ആ ബ്രാഹ്മണനെ ആ രഥത്തിൽ കയറ്റിക്കൊണ്ട് വേഗം, അതിവേഗത്തിൽ ആ കുതിരകൾ പാഞ്ഞ് ആ ഒരു രാത്രി കൊണ്ട് തന്നെ എവിടെ എത്തി? ആനർത്ഥത്തിലേക്ക് എത്തി എന്ന് പറയാണ്. ആനർത്ഥം ഭഗവാൻ ഉള്ള സ്ഥലം. ആനർത്ഥത്തിൽ നിന്ന് നേരെ കുണ്ടിനപുരിയിലെ വിദർഭ രാജ്യത്തിലേക്ക് എത്തി. അവിടെ യഥാർത്ഥത്തിൽ ഈ ആനർത്ഥം എന്ന് പറയുന്നത് ഈ വൻകരയാണ് ശരിക്കും.
അതുപോലെ തന്നെ ദ്വാരക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വാരക ദ്വീപുമാണ്. അപ്പം ശരിക്ക് ഈ വിദർഭ രാജ്യം എന്ന് പറയുന്നത് ഈ ഭാരതത്തിന്റെ മധ്യഭാരതമാണ് ശരിക്കും. അപ്പം നല്ല ദൂരം ഉണ്ട് എന്നർത്ഥം അവിടെ. അപ്പം ആ സന്ദേശം കേട്ട ഉടനെ തന്നെ, കാരണം എന്താണ്, പിറ്റേ ദിവസം വിവാഹമാണ്, നാളെ വിവാഹമാണ്. അപ്പോഴാണ് ഇന്ന് പറയുന്നത്. അപ്പം നാളെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രാവിലെ ആണെന്ന്. രാവിലെ അല്ല, പണ്ടൊക്കെ വിവാഹം രാത്രിയിലാണ് മുഹൂർത്തം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ രാത്രിയിലെ മുഹൂർത്തമായിട്ടുള്ളപ്പം രാവിലെ കുലദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയും അങ്ങനെ പോയി വന്ന്, അല്ലെ, നമ്മൾ ഇന്ന് കൊണ്ടാടാറില്ലേ അയനിയൂണം എന്ന് പറഞ്ഞൊരു സംഭവം, അല്ലെ? സത്യത്തിൽ പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ പകല് ഊണും അയനിയൂണും, എന്നിട്ട് രാത്രിയിൽ വേളി. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ. രാത്രിയിലാണ് മുഹൂർത്തം വേളിക്ക്, അല്ലെങ്കിൽ കല്യാണത്തിന്. അപ്പൊ അങ്ങനെ വേഗം തന്നെ ആ ബ്രാഹ്മണനും ഭഗവാനും ദാരികനും കൂടി അത്താഴം കഴിഞ്ഞ് ഉടനെ തന്നെ എന്തായി, അവിടുന്ന് ആ വിദർഭയിലേക്ക് ചെന്നു. ഇവിടുന്ന് തിരിച്ചു. കുതിരകളുടെ ആ ശീഘ്രമായിട്ടുള്ള പ്രയത്നം കൊണ്ട് രാവിലെ തന്നെ പ്രഭാതമായതോടുകൂടി തന്നെ എവിടെ എത്തി? വിദർഭയിൽ എത്തി. അവിടെ എന്തായാലും ആ ജരാസന്ധനെയൊക്കെ നിഗ്രഹിക്കുവാൻ വേണ്ടി എങ്ങനെയാണ് കുതിരകളെ പാകപ്പെടുത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് ഇവിടെയും, അല്ലെ? ധാരാളം അവിടെ ഭഗവാൻ ദുഷ്ടനിഗ്രഹങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഓരോ കർമ്മങ്ങളും. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം രുക്മിണിയെ സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരി എന്താണ്, അവിടെ ശിശുപാലാദി ധാരാളം ദുഷ്ടരാജാക്കന്മാർ അവിടെ വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നിഗ്രഹിക്കാൻ പറ്റിയ ഒരു സമയമാണെന്ന് വിചാരിച്ചാണ് അവർ പോകുന്നത്. അങ്ങനെയാണ് കുതിരയൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും അവിടെ ആ കുണ്ടിനപതിയിലേക്ക് എത്തി. വിദർഭ രാജാവായിട്ടുള്ള ഭീഷ്മകൻ തന്റെ ആ പുത്രസ്നേഹം എന്ന് വേണേൽ പറയാം, രുക്മിണിയോടുള്ള സ്നേഹം കൊണ്ട് ആ രുക്മിണിയുടെ ഇംഗിതത്തിന് വശംവദനായിക്കൊണ്ട് ആ ശിശുപാലന് തന്റെ മകളെ കൊടുക്കേണ്ടി വന്നു എന്നാണ് അവിടെ ശരിക്ക്. വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. അങ്ങനെ അവിടെ പറയുന്നുണ്ട്, പുരം സംമൃഷ്ട സംസിക്തമാർഗരഥ്യാ ചതുഷ്പഥം ചിത്രധ്വജപതാകാഭിസ്തോരണൈ സമലംകൃതം സൃഗന്ധമാല്യാഭരണൈർ വിരജോംബരഭൂഷിതൈഃ ജുഷ്ടം സ്ത്രീ പുരുഷൈ ശ്രീമഗൃഹൈഃ അഗരുധൂപിതൈഃ. അവിടെ വേഗം പോലെ ആ തലസ്ഥാന നഗരമായിട്ടുള്ള കുണ്ടിന നഗരം, വിദർഭ രാജ്യത്തിലെ കുണ്ടിന നഗരം വേണ്ട പോലെയൊക്കെ ഭംഗിയായിട്ട്, കാരണം എന്താണ്, ഇനി വിവാഹത്തിന് തയ്യാറായിട്ടുള്ള സ്ഥലം അവരെ അടിച്ചു വാരി വൃത്തിയാക്കി, കഴുകി വൃത്തിയാക്കി. പിന്നെ അവിടെയുള്ള ആ നടവഴികള്, പിന്നെ രഥവീഥികള്, രഥങ്ങൾ വരുന്ന സ്ഥലങ്ങള്, നമ്മൾ വിവാഹത്തിനൊക്കെ തയ്യാറാകുമ്പോൾ കാറ് കൊണ്ടിടാനൊക്കെ സ്ഥലങ്ങളൊക്കെ തയ്യാറാകില്ലേ എന്ന് പറഞ്ഞ പോലെ അവിടെ പലതും അവിടെ. അതുപോലെ തന്നെ നാൽക്കവലകള്, ഇവയെല്ലാം എന്താണ് വേണ്ട രീതിയിൽ അലങ്കരിച്ചു. എങ്ങനെയുള്ള അലങ്കാരങ്ങള്? പലതരത്തിലുള്ള തോരണങ്ങളെ കൊണ്ടും ഒക്കെ കൊടിക്കൂറുകളൊക്കെ തൂക്കിയിട്ട്, വർണ്ണപ്പകിട്ടാറുന്നതായിട്ടുള്ള കൊടിക്കൂറുകളൊക്കെ തൂക്കിയിട്ട് ആ ഗൃഹങ്ങൾ മുഴുവൻ വൃത്തിയാക്കി. അവിടെയൊക്കെയോ അഗരു ധൂപിതൈ, അഖില തുടങ്ങിയതായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളെയൊക്കെ പുകച്ചുകൊണ്ട്, അല്ലെ, അവിടെ ധാരാളം സ്ത്രീ പുരുഷന്മാര് അവിടെ വന്നു ചേരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എല്ലാവർക്കും അവിടെ വന്ന് റിലാക്സ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ അവിടെ ഉറഞ്ഞു. അങ്ങനെ ആ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നതായിട്ടുള്ള ആ സ്ത്രീ പുരുഷന്മാരെ കൊണ്ട് തന്നെ എന്തായി, ഇന്ന് കുണ്ടിന നഗരം അവിടുന്ന് നിറഞ്ഞു. അവിടെ അല്ലെ, രുക്മിണിയുടെ വിവാഹം എന്ന് പറയുമ്പോൾ അത്ര ഇതാണ്, അല്ലെ, ദമയന്തിയുടെ സ്ഥലം കൂടിയാണ് കുണ്ടിനപുരി, അല്ലെ. അപ്പം ധാരാളം ജ്ഞാന സൗന്ദര്യമുള്ള ധാരാളം ഭക്തന്മാരുടെ ഒരു കേന്ദ്രമാണ് ശരിക്കും ഈ വിദർഭ എന്ന് പറഞ്ഞാല്. എന്തായാലും അവരും എങ്ങനെയാണ്, പ്രഗന്ധമാല്യാഭരണീർ വിരജോംബരഭൂഷിതേ, പലതരത്തിലുള്ള എല്ലാവരും ആ മകരകുണ്ടലങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, അല്ലെ, വസ്ത്രധാരണം നല്ല നല്ല മോടിയായിട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് അവിടെ വന്നു. സത്യത്തില് ഭീഷ്മകനെ സംബന്ധിച്ചിടത്തോളം ഈ ശിശുപാലന് കൊടുക്കാൻ ഒട്ടും ഇഷ്ടമല്ല ശരിക്ക്. പിന്നെ ആ പുത്രവാത്സല്യം കൊണ്ട് ആ രുക്മിണിയുടെ, അല്ലെ, ആഗ്രഹത്തിന് വശംവദനായി മാറി ആ ശിശുപാലന് ആളെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവിടെ സ്വാം കന്യാം എന്ന് എടുത്ത് അവിടെ പറയുന്നത്. ശിശുപാലായ സ്വാം കന്യാം എന്ന് പറഞ്ഞാൽ എന്താണ്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ടുള്ള ആ രുക്മിണിയെ, അല്ലെ, എന്ന് ആ തന്റെ ഇഷ്ടത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണോ അതവിടെ പറഞ്ഞെന്ന് തോന്നും. എന്തായാലും ആ
വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പലതും അവിടെ കാണിച്ചു തരികയാണ്. പിതൃൻ ദേവാൻ സമഭ്യർച്ച വിപ്രാംശ വിധിവൻ നൃപ. അവിടെ പിതൃക്കള് ദേവന്മാരെ ഇവരെയൊക്കെ വേണ്ട പോലെ ആരാധിച്ച് ബ്രാഹ്മണരെയൊക്കെ ആദരിച്ചു വരുത്തി അവർക്ക് വേണ്ടതായിട്ടുള്ള അല്ലെ ഭോജനമൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് പുണ്യാഹ മന്ത്രങ്ങളെ കൊണ്ടൊക്കെ അവിടെ ശുദ്ധീകരിപ്പിച്ചു എന്ന് പറയണം. മന്ത്രമയങ്ങളായിട്ടുള്ള വേദങ്ങളെ കൊണ്ടൊക്കെ ആ രുക്മിണീ ദേവിയുടെ ഗൃഹവും എല്ലാവരുടെയും മനസ്സും ഒക്കെ വേദ മന്ത്രധ്വനികൾ കൊണ്ട് ശുദ്ധമായി ഇപ്പൊ അവിടെ. ഇനി കാരണം എന്താണ്, ഇനി വലിയൊരു മഹൽ കർമ്മമാണ് നടക്കാൻ പോകുന്നത് അവിടെ അല്ലേ. അപ്പൊ അതിനനുസരിച്ച് പിന്നെയോ പിന്നെ ഗംഭീരമായിട്ട് നമ്മൾ എന്താണ് അയനിക്ക് ഏറ്റവും പ്രധാനം എന്താണ്, അയന്യൂണിന് എന്താണ് ഏറ്റവും പ്രധാനം, എല്ലാവരും കൂടി അല്ലെ. അന്നാണ് സാധാരണ രീതി തേച്ചുകുളി എന്നൊക്കെ പറയുന്നത് അല്ലെ. ഉള്ള എണ്ണയെ മുഴുവനൊക്കെ എടുത്ത് തേച്ച് അല്ലെ. ഇന്നിപ്പോ വലിയ അലങ്കാരമായിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഓരോ സ്ഥലത്തും അല്ലെ. എണ്ണ തേപ്പിച്ച് കുളിക്കുന്നതൊക്കെ ഇതാണ്. അപ്പം സ്നുസ്നാതാം സുസ്നാതാം സുദതീം കന്യാം കൃതകൗതുക മംഗളാം അഹതാം ശുഖയുഗ്മേന ഭൂഷിതാം ഭൂഷണോത്തമൈഹി. പിന്നെ ഗംഭീരമായി കൊണ്ടുപോയി അവിടെ മംഗള സ്നാനം ചെയ്ത് കോടി വസ്ത്രങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്താണ്, അഹതാം ശുഖ യുഗ്മേന ഭൂഷിതാം ഭൂഷണോത്തമേഹി. ഇരട്ട വസ്ത്രം ധരിക്കണം. നമ്മൾ ധരിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും. നമ്മൾക്ക് തോന്നാം ഈ ആണുങ്ങളൊക്കെ എന്തിനാണ് മുണ്ടും വേഷ്ടിയും ധരിക്കുന്നത്. എപ്പോഴും ഇരട്ട വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് പറയും അവിടെ. അതാണ് ഡബിള് ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഒറ്റമുണ്ട് ധരിക്കരുത് പറയും. ഒറ്റമുണ്ട് ധരിക്കുന്നത് നമ്മൾ അവസാനത്തെ ക്രിയകൾക്കാണ്. അപ്പം എപ്പോഴും എന്താണ്, എപ്പോഴും ഇരട്ടയായിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അത് അഹതാം ശുഖയുഗ്മേന ഭൂഷിതാം ഭൂഷത്വോത്തമ. അപ്പൊ 2 കോടി വസ്ത്രങ്ങളൊക്കെ ഉടുത്തുകൊണ്ട് ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ദാ ആ പുണ്യാഹ വചനങ്ങളൊക്കെ അല്ലെങ്കിൽ ആ വേദമന്ത്രധ്വനികളൊക്കെ അവർ കേട്ട് അവരെല്ലാവരുടെ മാനസികമായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെ ശുദ്ധമായി അവിടെ പോരാ. അവിടെ പറയുന്നുണ്ട് ചക്രു സാമൃഗ്യജുർ മന്ത്രേർ വധ്വാരക്ഷാം ദ്വിജോത്തമാഹ. ഇങ്ങനെയുള്ള ഈ മംഗള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ വേദങ്ങളും അനുശാസിക്കുന്നതായിട്ടുള്ള എന്താണ് വേദമന്ത്രങ്ങളെ കൊണ്ട് അവിടെ സ്തുതിക്കും എന്ന് പറയും. പല രീതി പറയും. ഇപ്പം സാമവേദത്തിലൊക്കെ പറയും ശന്നോ ദേവീരഭീഷ്ടയെ ആപോ ഭവന്തു പീതയെ ശഞ്ഞോരഭിസ്രവന്തുന എന്ന്. ഈ എന്താണ് മംഗളം ഉണ്ടാകുന്നതായിട്ടുള്ള മന്ത്രങ്ങളെ സാമസ്തുതിയിലൂടെ അവിടെ പറയുകയാണെങ്കിൽ യജുർവേദത്തിലും പറയും. യജുർവേദത്തിൽ എന്താ പറയുന്നത്, ഇതില് എന്താ ധാരയ്ക്കൊക്കെ ഉപദേശിക്കുക നമ്മളെ ശ്രീരുദ്രം അതില് പറയുന്ന പോലെ ശഞ്ചമേ മയശ്ചമേ എന്നുള്ള ആ ശ്രീരുദ്ര മന്ത്രങ്ങള് യജുർവേദത്തിലൂടെ, പിന്നെ ഋഗ്വേദത്തിലൂടെ എന്താണ് ഭാഗ്യസൂക്തം പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരുണ പ്രാതരശ്വിന. ഇങ്ങനെ ആ ഋക്ക് യജുസ് സാമം തുടങ്ങിയതായിട്ടുള്ള ഓരോ വേദമന്ത്രങ്ങളെ കൊണ്ടുമൊക്കെ എന്താണ് ആ അന്തരീക്ഷം മംഗളപൂരിതമാക്കി പോരാ. പിന്നെന്താണ് ഈ എല്ലാ ഇതിനും ഉപരിയായിക്കൊണ്ട് അഥർവവേദത്തിലെ മന്ത്രങ്ങളെ കൊണ്ട് അവിടെ പലതരത്തിലുള്ള ഹോമങ്ങള്, ശാന്തി ഹോമങ്ങള്, ഗ്രഹശാന്തി ഹോമങ്ങളൊക്കെ ചെയ്തു. ജുഹാവഗ്രഹശാന്തയെ. അങ്ങനെ ഒരു ആ വിവാഹം മംഗളകർമ്മം വേണ്ട പോലെ എല്ലാ ഗ്രഹങ്ങൾക്കും തൃപ്തി വരുത്തിക്കൊണ്ട് എല്ലാവരുടെയും മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് എല്ലാവരും എന്താണ് ആ നവവധൂവരന്മാരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടുള്ള ഒരവസ്ഥ, ഒരു മംഗളമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി എന്ന് പറയാണ് വേദമന്ത്രങ്ങളെ കൊണ്ടൊക്കെ. പിന്നെ എല്ലാവർക്കും അവിടെ ദാനങ്ങളൊക്കെ ചെയ്തു. ശാസ്ത്രവിധികൾ നന്നായിട്ട് അറിയുന്ന ആളായിരുന്നു ആര്, ഭീഷ്മകൻ അല്ലെ. അങ്ങനെയുള്ള ആ ഭീഷ്മകൻ സ്വർണം വെള്ളി തുടങ്ങിയതായിട്ടുള്ള ലോഹങ്ങളെ കൊണ്ടും പിന്നെ വസ്ത്രങ്ങള്. അവിടെ ഒരു എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നോക്കൂ, തിലാംശ ഗുണമിശ്രിതാൻ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, ഹിരണ്യരൂപ വാസാംസി തിലാംശ ഗുണമിശ്രിതാൻ. എന്തിനാ ഈ രത്നങ്ങളും സ്വർണമൊക്കെ ദാനം ചെയ്യുന്നതിന്റെ ഇടയിൽ കുറച്ച് തിലം അല്ലെ, തിലാംശ അവിടെ പറയുന്നത് എള്ളുണ്ടാന്ന് വേണേൽ പറയാം അവിടെ അല്ലെ. എന്തിനാ ഈ എള്ളുണ്ടിയൊക്കെ ദാനം ചെയ്യുന്നത് പറയുന്നത്, എപ്പോഴും നമ്മൾ സ്മരിക്കേണ്ട ഒരാൾക്കാരാണ് പിതൃക്കള് എന്ന് പറയാണ്. അപ്പം അതാണ് ആദ്യം നമസ്കരിക്കുന്ന ആരെയാണ്, പിതൃൻ ദേവാൻ സമഭ്യർച്ചാന്നാണ്. അപ്പൊ പിതൃക്കളെ സ്മരിക്കണം. നമ്മളുടെ വീട്ടില് എന്ത് വിശേഷം ഉണ്ടെങ്കിലും പിതൃക്കളെ നമ്മൾ സ്മരിക്കാൻ തയ്യാറാവണം. അതുകൊണ്ട് അവിടെ പറയാണ് അവിടെ എള്ള്, പിന്നെ
വിശേഷമായിട്ടുള്ള പശുദാനങ്ങളൊക്കെ ധാരാളം ബ്രാഹ്മണർക്ക് അവിടെ ദാനം ചെയ്യുന്നു. ഇങ്ങനെ ആ ചേദി രാജാവായിട്ടുള്ള ദമഘോഷൻ എന്താണ് ചെയ്തത്? ദമഘോഷനും ഇതുപോലെ തന്നെ ഏവം ചേതിപതി രാജ ദമഘോഷ സ്തുതായ വൈ കാരയാമാസ മന്ത്രജ്ഞൈ സർവം ഉഭയോചിതം. അതായത് അവിടെ പറയുന്നത് വെച്ചാൽ ഭീഷ്മകനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ്, നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അതിനുള്ള അറിവ് ആർക്കില്ല? ദമഘോഷനില്ല. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണോ ഈ വിവാഹത്തിന് ഒരുക്കുന്നതിന് അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, അതൊക്കെ നല്ല നല്ല വേദജ്ഞരായിട്ടുള്ള മന്ത്രങ്ങളും വേദജ്ഞരായിട്ടുള്ള ബ്രാഹ്മണരെ വിളിച്ച് അവരുടെ ആ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവരുടെ ഉപദേശപ്രകാരം അവിടെ ദമഘോഷ രാജാവായിട്ടുള്ള ചേദി രാജാവായിട്ടുള്ള ദമഘോഷനും തന്റെ പുത്രനായിട്ടുള്ള ശിശുപാലന് വേണ്ടിയിട്ട് ഇതേ പ്രകാരത്തിലുള്ള സർവകർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെ അവിടെ ചെയ്യിച്ചു എന്ന് അവിടെ പറയുന്നു. പിന്നീടാണ് അവിടെ മതച്യുദ്ഭിർഗജാനീകൈസെന്തൈർഹേമമാലിഭി, പിന്നെ നേരെ രുക്മിണിയുടെ ആ വിവാഹം പിറ്റേ ദിവസമാണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ രാവിലെ ഭഗവാൻ നേരത്തെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്തായി, അവിടെ ശിശുപാലൻ അല്ലെ, അതുപോലെ ജരാസന്ധൻ തുടങ്ങിയവരൊക്കെ അവരവരുടെ പ്രൗഢി കാണിച്ചുകൊണ്ടുള്ള വരവാണ് അവിടെ. അതാണ് ഇനി അടുത്ത് പറഞ്ഞത്, മതം പൊട്ടി ഒലിക്കുന്നതായിട്ടുള്ള ആനപ്പുറത്തുള്ള വരവ്. എങ്ങനെയുള്ള ആനപ്പുറത്ത്? സന്തനീർഹേമമാലിഭി, ആ ആനപ്പുറത്തുള്ള രഥം അല്ലെ, ആന രഥമാക്കിക്കൊണ്ടുള്ള ആ രഥങ്ങളൊക്കെ എങ്ങനെയാണ്? സ്വർണ്ണ മാലകളെ കൊണ്ട് അലങ്കരിച്ചതായിട്ടുള്ള രഥങ്ങള്, കാലാൾപ്പടകള്, പത്യശ്വസങ്കുലൈ കുതിരകള്, പിന്നെയോ സൈന്യം, കാലാൾപ്പടകള്, പരീത കുണ്ടിനം യയോ, ഇങ്ങനെ ആ ചതുരംഗ സേനയോട് കൂടിക്കൊണ്ട് ശിശുപാലൻ ആ കുണ്ടിനപുരത്തിലേക്ക് യാത്രയായി എന്ന് പറയാണ്. അവിടെ ആ വിദർഭാധിപതനായിട്ടുള്ള ആ ഭീഷ്മക രാജാവ് നേരെ അവരെയൊക്കെ വേണ്ട പോലെ എതിരേറ്റ് അവർക്കൊക്കെ എല്ലാ സൽക്കാരങ്ങളെയൊക്കെ ചെയ്ത് നിശ്ചയിച്ചതിൽ നിന്നും അന്യമായിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. എന്താ നിശ്ചയിച്ചതിൽ നിന്നും അന്യമായ സ്ഥലം? അല്ലെ, നമ്മളൊക്കെ ഗ്രീൻ റൂം തയ്യാറാക്കിയല്ലേ വധു വരുമ്പോഴത്തേക്കും അവർക്ക് അല്ലെ കയറി ഒരുങ്ങിക്കൊണ്ട് ഇതിലേക്ക് അപ്പൊ അടുത്തേക്ക് വരാൻ വേണ്ട. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആ വരൻ വന്നു കഴിഞ്ഞാൽ വരന് വന്ന് താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രഹം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ആ ശിശുപാലന് കൊടുക്കാൻ തയ്യാറായില്ല. അതിന് അന്യമായിട്ട് വേറൊരു സ്ഥലം കൊടുത്തു. കാരണം എന്താന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, രുക്മി വിചാരിച്ചു ഇനിയിപ്പോ ഇവിടെയൊക്കെ വന്ന ഈ യദുവംശം യാദവന്മാര് കൃഷ്ണന്റെ ആൾക്കാരൊക്കെ വന്ന് അല്ലെ ഇനി എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ആരും അറിയാതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു, ശിശുപാലനെ കൊണ്ട് പാർപ്പിച്ചു. അപ്പം ഉള്ളിലുള്ള ഭീഷ്മകന് ഭഗവാന്റെ അല്ലെ എന്നാൽ യഥാർത്ഥമായിട്ടുള്ള വരന്റെ സ്ഥലത്തേക്ക് ആരെ രാമകൃഷ്ണന്മാർ വന്നപ്പം അവർക്ക് വേണ്ടതായിട്ടുള്ള സ്ഥലം അവിടെ കൊടുക്കുകയും ചെയ്തു. കൃഷ്ണ രാമദ്വിഷോ യത്താ കന്യാം ചൈദ്യായ സാധിതും യത്യാഗത്യ ഹരേ കൃഷ്ണോ രാമാദ്യൈർ യദുഭിർവൃത. അപ്പം ആ ശിശുപാല പക്ഷക്കാര് എല്ലാവരും എന്താണ്, ഈ രാമകൃഷ്ണന്മാരെ വെറുക്കുന്നവരാണെന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് അവിടെ യത്താഹ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്, അവരെല്ലാവരും ഇപ്പൊ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്ക് രുക്മിണിയെ കാണാനാണോ വന്നിരിക്കുന്നത്? അല്ല, കൃഷ്ണൻ ഇവിടെ വരും, കൃഷ്ണന്റെ സൈന്യങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് രുക്മിണിയെ അല്ലെ ശിശുപാലനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെയൊക്കെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് എന്താണ്, എല്ലാവരും അക്ഷൗഹിണി സൈന്യത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം സന്നദ്ധരായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ രാമനും കൃഷ്ണനോടും ഒക്കെ മറ്റ് യാദവന്മാരോടും ഒക്കെ വന്നിട്ടുള്ള വന്ന് ആ രുക്മിണിയെ അപഹരിക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ എന്താണ്, അതിന് യുദ്ധം ചെയ്ത് കൃഷ്ണനെ അതിൽ നിന്ന് തോൽപ്പിച്ച് രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അസുരന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ അവിടെ വന്നിരിക്കുന്നത്. രാമകൃഷ്ണന്മാരെന്നുള്ളതില്ല. കൃഷ്ണൻ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഇല്ല. ബ്രാഹ്മണനെ കൂട്ടി എന്നാ പോവുകയല്ലേ ബ്രാഹ്മണ എന്നുള്ള രീതിയിൽ വേറെ ഒന്നും ചിന്തിച്ചില്ല. ആ ദാരിനെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ പോകുന്നതേ ഉള്ളൂ എന്ന് പറയാം. ശ്രുത്വൈതൽ ഭഗവാൻ രാമോ വിവക്ഷീയ നൃപോദ്യമം കൃഷ്ണം ചൈകം ഗതം ഹർത്തും കന്യാം കലഹശങ്കിത. അപ്പം ഈ ചാരന്മാരെ മുഖാന്തരം എന്താണ്, ഈ ശിശുപാല പക്ഷത്തുള്ളവരൊക്കെ അറിഞ്ഞു രാമകൃഷ്ണന്മാർ അവിടെ വരുന്ന കാര്യം. അപ്പം ആ ശത്രുക്കളായിട്ടുള്ള രാജാക്കന്മാരെയൊക്കെ ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു
രീതി ഭഗവാനും ഉണ്ട്. അവരൊക്കെ അവിടെ എത്തും എന്നുള്ളത് ഭഗവാൻ അറിയാം അല്ലെ. എന്തായാലും ഇവിടെ പറയുന്നുണ്ട്, കൃഷ്ണം ച ഏകം ഗതം ഹർത്തും കന്യാം കലഹശങ്കിത. ഭഗവാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ദാരികനും ബ്രാഹ്മണനും ഇല്ല എന്നല്ല കേട്ടോ അർത്ഥം. പിന്നെന്താണ്, അവര് വന്നതുപോലെ അല്ല എന്നർത്ഥം. യുദ്ധസന്നാഹത്തോടു കൂടി അവര് വന്നിട്ടുള്ള പോലെ അല്ല, ഭഗവാൻ ഒറ്റയ്ക്കായിട്ട് തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ആ വേറെ സഹായമൊന്നും ഇല്ലാതെ ആ കന്യയെ അപഹരിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ എത്തി എന്ന് പറയാണ്. കൃഷ്ണൻ അവിടെ എത്തി. ഈ വിവരം ആരറിഞ്ഞു? ബലേന മഹതാ സാർത്ഥം പ്രാത് സ്നേഹ പരിപ്ലുത തുരിത കുണ്ടിനം പ്രാഗ യജ അശ്വരഥപത്തിഭി. എന്നാ കൃഷ്ണൻ ഇങ്ങനെയാ വന്നെങ്കിൽ പറഞ്ഞതല്ലേ. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് ബലരാമസ്വാമി എന്ത് ചെയ്തു? വേഗം തന്നെ എന്തായി, അവിടുന്ന് തന്റെ സൈന്യാധിപന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വേഗം ആ കുണ്ടിനപുരത്തിലേക്ക് ചതുരംഗ സൈന്യത്തോടു കൂടി തൽക്ഷണം കുണ്ടിനത്തിലേക്ക് അവിടെ എത്തി എന്ന് അവിടെ പറയാണ്. അപ്പം ഇവരെല്ലാവരും എന്താണ്, ശരിക്കും ദേവന്മാരെന്നുള്ള വീക്ഷണത്തോടു കൂടി നിമിഷ നേരം കൊണ്ട് എന്തായി, ആ കാലാൾപ്പട, കാരണം പറഞ്ഞില്ലേ ഈ നല്ല ദൂരമാണ് ശരിക്കും വിദർഭയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാല്. അപ്പം ഒരൊറ്റ രാത്രി കൊണ്ട് ആ ദ്വാരകയിൽ നിന്ന് വിദർഭയിലേക്ക് കുതിരകൾ ഓടിച്ചവിടെ എത്തിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അവിടെ ശരിക്ക്. എന്തായാലും അവിടെ ഭീഷ്മകന്യാ വരാരോഹ കങ്ഷ്യന്തി ആഗമനം ഹരേഹേ പ്രത്യാപത്യം അപശ്യന്തി ദ്വിജസ്യാചിന്തയത്തതാ. എന്തായാലും ആ കന്യകമാരിലെ ഉത്തമയായിട്ടുള്ള രുക്മിണീ ദേവി അല്ലെ, ആ കൃഷ്ണന്റെ സാക്ഷാൽ ശ്രീഹരിയുടെ ആ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. ബ്രാഹ്മണന്റെ അടുത്ത് സന്ദേശം കൊടുത്തിട്ട് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തനിക്ക് താൻ മനസ്സിലാക്കിയിട്ടുള്ള കൃഷ്ണൻ അല്ലെ ഈശ്വരനാണ് എങ്കിൽ തീർച്ചയായിട്ടും വരും എന്നുള്ള ഒരു ഉറച്ച ബുദ്ധി ആർക്ക്? രുക്മിണിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ആ സന്ദേശവാഹകനായിട്ടുള്ള ദ്വിജനെയും ബ്രാഹ്മണനെയും കണ്ടിട്ടില്ല. ഇങ്ങനെ എന്തെന്നില്ലാതെ താനങ്ങ് സ്വയം എന്താണ് പറയുകയാണ്. അഹോത്രിയാമ അന്തരിത ഉദ്വാഹോ മേൽപരാദസ നാഗശത്യരവിന്ദാക്ഷോ നാഗം വേദ്മ്യത്ര കാരണം. അവിടെ ഭഗവാനോടല്ല പരാതി, പിന്നെന്താണ്, തനിക്കിനി ആ കണ്ണനെ അല്ലെ ഭർത്താവായിട്ട് കിട്ടാനുള്ള യോഗ്യത തനിക്ക് ഇനി ഉണ്ടാവില്ലേ അല്ലെ. ഭാഗ്യഹീനയായിട്ടുള്ള ഞാന് ഈ വിവാഹം ഈ രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നടക്കും ഉറപ്പായി അവിടെ. അപ്പം ആ ചെന്താമരക്കണ്ണനായിട്ടുള്ള ആ കൃഷ്ണൻ വരുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ എന്തെങ്കിലും അല്ലെ ഒരു അവിവേകം കൊണ്ടാണോ എനിക്കത് കിട്ടാൻ സാധിക്കാത്തത്? അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാണ്, അഭിമയ്യനവദ്യാത്മാ ദൃഷ്ട്വാ കിഞ്ചിൽ ജുഗുപ്സിതം മൽപാണിഗ്രഹണേ നൂനം നായാതി കൃതോദ്യമ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ആരാന്ന് രുക്മിണിക്ക് അറിയാം അല്ലെ. ഭഗവാൻ ആരോടും പ്രിയവുമില്ല അപ്രിയവുമില്ല, നിഷ്കളങ്കനാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. എന്നെ പാണിഗ്രഹണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ശരിക്കും അല്ലെ. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഒരു ദൂഷ്യമായിട്ടുള്ള ഒരു അംശം എന്നിൽ കണ്ടിട്ടാണോ ആ ഭഗവാൻ ഇങ്ങോട്ട് വരാത്തത് എന്നിങ്ങനെ വിഷമിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? ഞാൻ ഭാഗ്യഹീനയാണ്. ദുർഭഗായാന്ന മേധാത ന അനുകൂലോ മഹേശ്വര. ഇത്രയും കാലം ആ പാദങ്ങളിൽ വന്ന് നമസ്കരിച്ച മഹാദേവനോ ഗൗരിയോ അല്ലെങ്കിൽ അവിടെയുള്ള ആ കുടുംബ സമേതത്തോടു കൂടിയിട്ടുള്ള ആ പാർവതി പരമേശ്വരന്മാരൊന്നും എന്നെ വേണ്ട പോലെ അവിടുന്ന് അനുകൂലിക്കുന്നില്ലല്ലോ. എന്താണ് അതിനെ അനുകൂലിക്കാത്തത് അല്ലെ? സതീദേവിയുടെ പുനർജന്മമായിട്ടുള്ള ആളാണ് ആര്? പാർവതി ദേവി. ആ പാർവതി ദേവി പോലും തന്നെ അവിടുന്ന് ഇതാകുന്നില്ല. അപ്പം ത്രിമൂർത്തികള് എല്ലാവരും എന്നുള്ള രീതിയിലാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ അല്ലെ. വിഷ്ണു, അതുപോലെ തന്നെ ബ്രഹ്മാവ്, മഹേശ്വരൻ തുടങ്ങിയതായിട്ടുള്ള, അപ്പം ഈ മൂന്ന് മൂർത്തികളും പോലും നോക്കിയിട്ട് ആരും എന്നോട് അനുകൂലമായിട്ട് നിൽക്കുന്നില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേഗം ആ ശ്രീകൃഷ്ണനാൽ സ്വീകരിക്കപ്പെട്ടതായിട്ടുള്ള മനസ്സോടു കൂടിയിട്ടുള്ള ആ രുക്മിണി പലതും ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിന് വന്നെത്തുവാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പിച്ചു. കാരണം എന്താണ്, അവിടുന്ന് എത്തണ്ടേ? വിദർഭയിലേക്ക് എത്തണമെങ്കിൽ നല്ല ദൂരാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടെന്ന് കുറേശ്ശെ സമാധാനിപ്പിച്ചു. അങ്ങനെ സ്വയം എന്താണ് ആ ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ടെന്ന് അവിടെയൊക്കെ രുക്മിണിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, താനെന്നുള്ള ആ ഒരു ഈഗോ തൻ്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് എന്തായി,
ഇതൊക്കെ കണ്ണനാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ളൊരു ഉറച്ച വിശ്വാസം വന്ന് സമാധാനമായിട്ട് ഇരുന്നപ്പോഴെന്തായി, വാമ ഊരോർഭുജോ നേത്രമസ്ഫുരൻ പ്രിയഭാഷിണ. വേഗം എന്തായി, ആ ക്ഷീണത്തില്, അല്ലെങ്കിൽ പറയാം ഇത്രയും നേരമായിട്ട് ഈ കണ്ണനെ കാണാതെ ഉറങ്ങാതെ, അല്ലെങ്കിൽ സന്ദേശം ബ്രാഹ്മണന്റെ സന്ദേശം കിട്ടാതെയൊക്കെ ഇരുന്നിട്ട് വേഗം ഒന്ന് കണ്ണടച്ചു എന്നാണ് അവിടെ വേദവ്യാസ മഹർഷി. നേത്രം അസ്ഫുരൻ പ്രിയ ഭാഷിണ. കണ്ണടച്ചു എന്ന് പറഞ്ഞാല് ഈ ഇടത്തെ കണ്ണൊന്ന് അടച്ചപ്പോഴത്തേ അന്ന് ഒരു ക്ഷീണിച്ചിങ്ങനെ കണ്ണടയ്ക്കും, നമ്മൾ ക്ഷീണമായിട്ട് ശാന്തമായിട്ടിരിക്കും. അങ്ങനെ കണ്ണൊന്ന് അടച്ചപ്പോഴത്തേക്കും ഈ കണ്ണിങ്ങനെ തുടിക്കുന്നു. ഇവിടെ ഇടത്തെ ഭാഗത്തെ കണ്ണ് തുടിക്കുക. അതുപോലെ ഊരുർഭുജോ നേത്രമസ്ഫുരൻ പ്രിയഭാഷിണ. ഈ ഇടത്തെ തൊടയും ഇടത്തെ കണ്ണും സ്ത്രീകൾക്ക് എന്താണ് വിറയ്ക്കുക അല്ലെങ്കിൽ തുടിക്കുക എന്ന് പറയും, കണ്ണ് തുടിക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ എന്താണ്, ശുഭമായിട്ടുള്ള ഒരു ലക്ഷണമാണ് എന്ന് അവിടെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതേവരെ ഉറങ്ങിയിട്ടില്ലാതെ അങ്ങനെ ഒന്ന് കണ്ണടച്ചപ്പോഴത്തേക്കും വേഗം തന്നെ ആ ഇടത്ത് ഭാഗം തുടയും കണ്ണും ഒക്കെ തുടിക്കുന്നതായിട്ടുള്ള ശുഭലക്ഷണം വേഗം ഉണ്ടായി. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ ആ രുക്മിണി ഒന്ന് മാനസികമായിട്ടൊന്ന് സന്തോഷിച്ചു. ആ ഒരു സമാധാനം രുക്മിണിക്ക് എന്തായി, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി അവിടെ ഉണ്ടാക്കി കിട്ടി എന്ന് പറയാണ്. വേഗം തന്നെ ആ താൻ അയച്ച് കൊടുത്തതായിട്ടുള്ള സന്ദേശം കൃഷ്ണസമേതനത്തിലെ കുണ്ടിനത്തിൽ അല്ല കുണ്ടിലത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് അയച്ചുവിട്ട ബ്രാഹ്മണനെ ദൂരെ നിന്ന് ആ ബ്രാഹ്മണ ശ്രേഷ്ഠനെ അവിടുന്ന് കണ്ടുകൊടുന്ന്. ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്തായി, നേരെ ആ അന്തഃപുരത്തിന്റെ ഉള്ളിലേക്ക് കഴിയുന്നത്ര രീതിയിൽ എത്തുവാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് മുഖം കൊണ്ട്, അല്ലെങ്കിൽ അന്തഃപുരചരീം ദേവീം രാജപുത്രീം ദദർശ. ആ പ്രസന്നവദനായിട്ടുള്ള ആ ബ്രാഹ്മണന്റെ മുഖം അങ്ങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം ശുഭലക്ഷണത്തോടുകൂടി ഇരിക്കുന്ന ആൾക്ക് ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കും എന്തായി, കണ്ണൻ അവിടെ എത്തിന്ന് തീരുമാനിച്ചു. താതം പ്രഹൃഷ്ടവദനം അവ്യഗ്രാത്മഗതിം സതി ആലക്ഷ്യ ലക്ഷണാഭിജ്ഞാസമപൃച്ഛൽ ശുചിസ്മിത. ആ ഒരു ബ്രാഹ്മണന്റെ മുഖത്തുണ്ടായതായിട്ടുള്ള പുഞ്ചിരിയിൽ നിന്ന് മനസ്സിലായി അവിടെ രുക്മിണി കൃഷ്ണൻ എത്തിയിട്ടുണ്ട്, രുക്മിണി ദേവിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. എന്തായാലും യാതൊരുവിധ അസ്വാസ്ഥ്യവും ഇല്ലാതെ ആ അദ്ദേഹത്തെ കൊണ്ട് ആ ഒരു ബ്രാഹ്മണനെ കണ്ടുകൊണ്ട് തന്നെ ആ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ കാര്യം മനസ്സിലാക്കിയതായിട്ടുള്ള സാധ്യമായിട്ടുള്ള രുക്മിണി പുഞ്ചിരി തൂക്കിക്കൊണ്ട് വേഗം അദ്ദേഹത്തോട് വിവരങ്ങളൊക്കെ കണ്ണുകൊണ്ട് അന്വേഷിച്ചു എന്ന് പറയാണ് അല്ലെ. അവിടെ എല്ലാരും പറ്റിയല്ലോ, കണ്ണുകൾ കൊണ്ട് അന്വേഷിച്ചു. കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ബ്രാഹ്മണൻ രുക്മിണിയെ അറിയിച്ചു. അങ്ങനെ വേഗം തന്നെ സമാഗതം സമാജ്ഞായ വൈദർഭീകൃഷ്ടമാനസ ന പശ്യന്തി ബ്രാഹ്മണായ പ്രിയമന്യനനാമസ. വേഗം തന്നെ എന്തായി, ആ രുക്മിണി ദേവി അല്ലെ തന്നോട് എന്തൊരു കാരുണ്യം ബ്രാഹ്മണന് എന്നുള്ള രീതിയിൽ മനസ്സുകൊണ്ട് തന്നെ ആ ദണ്ഡ നമസ്കാരം, ആ ബ്രാഹ്മണനെ ദണ്ഡ നമസ്കാരം ചെയ്തു. അവിടെ വേറൊന്നും അവിടെ പെട്ടെന്ന് പ്രതിഗ്രഹമായിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവും, അവിടെ ഒന്നും കൊടുക്കാൻ അല്ലെ, ഒന്നും കൊടുത്താൽ മേടിക്കുകയില്ല, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഒരു നമസ്കാരം മാത്രം മനസ്സുകൊണ്ട് കാരണം എന്താണ്, ആ ബ്രാഹ്മണന്റെ ഒരു അവസ്ഥ നടിച്ചു അല്ലെ. നമ്മളൊക്കെ ആരെയാ നമസ്കരിക്കും, നമ്മളൊക്കെ ലക്ഷ്മി ഭഗവതി അങ്ങോട്ട് നമസ്കരിക്കും അല്ലെ. ഇവിടെ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, സജ്ജനങ്ങളെ ഇപ്പൊ ലക്ഷ്മി ദേവി ഇങ്ങോട്ട് നമസ്കരിക്കുക. ഇതാണ് നമ്മളും സജ്ജനങ്ങളുമായിട്ടുള്ള ഭക്തന്മാരുമായിട്ടുള്ള വ്യത്യാസം. ഭക്തന്മാരെ ലക്ഷ്മി ദേവി അങ്ങോട്ട് നമസ്കരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ രുക്മിണി ദേവി ആ ബ്രാഹ്മണനെ മനസ്സുകൊണ്ട് അവിടെ അങ്ങോട്ട് നമസ്കരിച്ചു എന്ന് പറയുകയാണ്. എന്തായാലും വേഗം തന്നെ ആ ബ്രാഹ്മണൻ അവർക്ക് വേണ്ടതായിട്ടുള്ള ആ വിവാഹത്തിന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വന്നതായിട്ടുള്ള രാമകൃഷ്ണന്മാര് വന്നതായി അറിഞ്ഞതായിട്ടുള്ള വിദർഭ മഹാരാജാവ് അവിടെ ഗംഭീരമായിട്ട്, അദ്ദേഹത്തിനാണെങ്കിൽ എന്തായി, ഭീഷ്മകന് ഏറ്റവും സന്തോഷം ആ കൃഷ്ണന് കൊടുക്കാൻ വേണ്ടി തന്നെ. അതുകൊണ്ട് തന്നെ രാമകൃഷ്ണന്മാർ വരുമ്പോഴും ഈ മകന്റെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും രാമകൃഷ്ണന്മാർ വന്നപ്പോ എന്തായി, പെരുമ്പറയൊക്കെ കൊട്ടി വാദ്യഘോഷങ്ങളോടുകൂടി ഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണം അവിടെ. അപ്പൊ ഇത് ഇത്രയും സ്വീകരണം ആർക്കും കൊടുക്കാൻ പറ്റിയില്ല, ശിശുപാലിന് കൊടുക്കാൻ പറ്റില്ല. കാരണം രുക്മി എന്തായി, അവിടെയും കുറച്ച് ആശ്രയ ബുദ്ധി വന്നു. ഇനി യാദവന്മാർ വന്നല്ലോ ബഹളം ഉണ്ടാക്കിയാലും വിചാരിച്ച് ശിശുപാലിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു. യഥാർത്ഥ വരന്റെ സ്ഥലത്ത് കൊണ്ടുപോയി ഈ ഭീഷ്മ മഹാരാജാവ് എന്ത് ചെയ്തു, കൃഷ്ണനെ അവിടെ കൊണ്ട് ഇരുത്തുകയും ചെയ്തു. എന്നിട്ടോ പോരാ, എന്നിട്ട് അവിടെ പറയുന്നുണ്ട്,
ഉപായനാന്യഭീഷ്ടാനി വിധിവൽ സമപൂജയൽ ശ്രീമതുപകൽപ്യ മഹാപതി സസൈന്യയോ സാനുഗയോരാതിഥ്യം വിദധേ യഥാ. എന്നിട്ട് വേണ്ട രീതിയിലുള്ള എല്ലാം ആ സ്വീകരണങ്ങള് പൂജകളൊക്കെ ചെയ്തു. പിന്നെ പുതിയ പുതിയ വസ്ത്രങ്ങൾ ഉടുക്കാൻ കൊടുത്തു എന്ന് പറയാണ്. ഇനിയിപ്പോ അവിടെ മന്ത്രകോടിയുടെ ആ ഒരു രീതിയും കൂടി അവിടെ ആയി അല്ലെ. ഭഗവാൻ തന്നെ ഓരോന്ന് ചെയ്യിക്കുന്ന പോലെ വരൻ വന്നു, വരന് ഓണപ്പുടവയൊക്കെ നടക്കി, പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു, പാദ്യം അർഘ്യം ആചമനീയം. അപ്പം വേണ്ട ആളെ തന്നെയാണ് പൂജിച്ചത് എന്ന് ഇവിടെ കാണിക്കുകയാണ് ശരിക്കും അവിടെ എല്ലാം. എന്തായാലും ആ കാഴ്ചദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് ആ മധുപർക്കം തുടങ്ങിയതായിട്ടുള്ള പാനീയങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് സന്തോഷമായിട്ടുള്ള രീതിയിൽ അവിടെ പാർപ്പിട സൗകര്യങ്ങളൊക്കെ വിധിയാൻ വണ്ണം തന്നെ അവിടെ എങ്ങനെയാണോ ഒരു വരന് ഒരുക്കി കൊടുക്കേണ്ടത് അതേപോലെ രാമകൃഷ്ണന്മാർക്ക് ചെയ്തു കൊടുത്തു എന്ന് പറയാണ് ഇവിടെ. എന്തായാലും ഈ ഒരു ഇത് നോക്കുമ്പോ എന്തായി, ഇപ്പോഴും ശിശുപാലനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും 2ാം സ്ഥാനമേ അവിടെ ലഭിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ. കാരണം ഭീഷ്മകന്റെ മനസ്സിൽ ആ കൃഷ്ണൻ തന്നെയാണ് രുക്മിണിയെ വിവാഹം കഴിക്കേണ്ടതെന്നൊരു ആഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ട് അവിടെ. എന്തായാലും ഏവം രാജ്ഞാം സമേതാനാം യഥാ വീര്യം യഥാവയ യഥാബലം യഥാവിത്തം സർവേ കാമീ സമർഹയ. പിന്നെ വിവാഹോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാ രാജാക്കന്മാരെയും അവരവരുടെ യഥോചിതമായിട്ടുള്ള അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പ്രായത്തിനും അവരുടെ സൈന്യ ശക്തിക്കും ഒക്കെ സാമ്പത്തിക ശക്തിക്കും ഒക്കെ അനുസൃതമായിട്ടുള്ള രീതിയിൽ സുഖമാം വണ്ണം അവർക്കൊക്കെ താമസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ കൊടുത്തു. പിന്നെ ഭഗവാൻ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതായി വിദർഭവാസികളൊക്കെ വേഗം തന്നെ ആ ഭഗവാൻ വിശ്രമിക്കുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് എല്ലാവരും ആ ശ്രീമുഖം ഒന്ന് കണ്ട് ആ സാരൂപ്യമുക്തിക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലാവരും നോക്കിയിരുന്നു. എങ്ങനെ അവരവർ പരസ്പരം പറയുന്നുണ്ട്, രുക്മിണിക്ക് ചേർന്ന ആളുകൾ തന്നെയാണ് എന്ന് പരസ്പരം അവര് പറയുന്നുണ്ട് അവിടെ. എന്തായാലും രുക്മിണി ദേവിക്ക് അല്ലാതെ മറ്റൊരാൾക്കും ഈ ശ്രീകൃഷ്ണന്റെ ഭാര്യാപദം അലങ്കരിക്കാൻ അർഹതയില്ല എന്ന് നാട്ടുകാര് പോലും അവിടെ തീരുമാനിച്ചു എന്ന് പറയാണ്. എന്തായാലും ആ നാഗരികരെല്ലാവരും കൂടി ആ പ്രേമാധിക്യത്താല് ഇങ്ങനെ പരസ്പരം അവര് പറഞ്ഞുകൊണ്ടിരുന്നോടെ അപ്പോഴേക്കും രുക്മിണി എന്തായി, ആ രാജഭടന്മാരാൽ സുരക്ഷിതമായിക്കൊണ്ട് രാജഭടന്മാരൊക്കെ കൂടിയാണ് ഈ അന്തഃപുരത്തിൽ നിന്ന് ഇറങ്ങുമ്പം. അപ്പം അവരുടെ ആ സുരക്ഷിതയോടുകൂടി തന്നെ തൻ്റെ അനുയായികളായിട്ടുള്ള തോഴിമാരോടുകൂടി ദേവീക്ഷേത്രത്തിലേക്ക് ഉള്ള യാത്ര. അങ്ങനെ ആ ദേവീക്ഷേത്രത്തിലേക്ക് ചെന്നു. പദ്ഭ്യാം വിനിര്യയോ ദ്രഷ്ടും ഭവാന്യാപാദപല്ലവം താജാനുധ്യായതി സമ്യ മുകുന്ദചരണാംബുജം. എന്തായാലും ആ കന്യാരത്നത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുവാൻ പോലും സന്നദ്ധരായിക്കൊണ്ട് ആയുധങ്ങൾ ഏറിയിട്ടുള്ള ആ ശൂരന്മാരായിട്ടുള്ള രാജഭടന്മാര്, അങ്ങനെയാണല്ലോ ഈ രുക്മിണിയെ കൊണ്ടുപോകേണ്ട, അത്ര ഭംഗി ഇതായിട്ട് അല്ലെ, അങ്ങനെ കാത്തുരക്ഷിക്കപ്പെട്ടിട്ടും ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടും മൗനവ്രതം ചെയ്തുകൊണ്ടും ഒക്കെ സ്വീകരിച്ചുകൊണ്ടൊക്കെ അല്ലെ ആ അച്ഛനമ്മമാരെ കൊണ്ട് കൂടെ അനുഗമിച്ചുകൊണ്ട് രുക്മിണിത കാൽനടയായിക്കൊണ്ട് ദേവീക്ഷേത്രത്തിലേക്ക് എത്തി. അവിടെ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള വാദ്യങ്ങളൊക്കെ മൃദംഗം, ശംഖം, മദ്ദളം തുടങ്ങിയതായിട്ടുള്ള വാദ്യങ്ങളൊക്കെ അവിടെ മുഴക്കപ്പെട്ടു. അങ്ങനെ ആ ദേവീക്ഷേത്രത്തിലേക്കുള്ള വധുവിന്റെ ഘോഷയാത്ര ഗംഭീരമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു വേദവ്യാസ മഹർഷി. ഏത് നിമിഷവും എന്താണ്, ആ കൃഷ്ണൻ രുക്മിണിയെ കൈക്കലാക്കാൻ ശ്രമിച്ചേക്കാം എന്നതുകൊണ്ടാണ് രാജഭടന്മാരെയൊക്കെ സംരക്ഷണത്തിലൂടെ ആ രുക്മിണി ദേവിയെ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് അവിടെ. അത് മനസ്സിലാക്കിയതായിട്ടുള്ള രുക്മി മഹാശൂരന്മാരും ആയുധങ്ങളൊക്കെ ഏന്തിയിട്ടുള്ള ശുദ്ധ സന്നാഹത്തോടു കൂടിയാണ് ആ തൻ്റെ സഹോദരിയായിട്ടുള്ള രുക്മിണിയെ അങ്ങോട്ട് അവിടെ ചെന്നു. ധാരാളം പലഹാരങ്ങള്, നാനോപഹാര ബലിഭർ, വാരമുഖ്യ, സഹസ്രശാഖ, പല വിധത്തിലുള്ള നിവേദ്യ സാധനങ്ങള്, പൂജാപുഷ്പങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ആയിരക്കണക്കിന് സൃഗന്ധ വസ്ത്രാഭരണീർ ദ്വിജപത്ന്യസ്വലം കൃതാഹ വാരമുഖ്യ സഹസ്രശാഖ. അതായത് വാരസ്ത്രീകൾ എന്ന് പറഞ്ഞാല് ഈ തോഴിമാര്, ആയിരക്കണക്കിന് തോഴിമാരോട് കൂടിയിട്ട് ധാരാളം മാലകള്, കുറിക്കൂട്ടുകള്, വസ്ത്രങ്ങള് ഒക്കെ ആയിക്കൊണ്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് അവരെല്ലാവരും അങ്ങനെ. പിന്നെ ബ്രാഹ്മണര് പാട്ടുപാടിക്കൊണ്ട് സ്തുതിപാഠകന്മാര്, ഗായകന്മാര്, ഇങ്ങനെ എല്ലാവരും സ്തുതിച്ചുകൊണ്ടൊക്കെ നേരെ ആ ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് എത്തി. അവിടെ വന്ന് വേണ്ട പോലെ
ആചമനവും എന്താണ് കയ്യും കാലും ഒക്കെ കഴുകി ആചമനമൊക്കെ കഴുകി ദേഹശുദ്ധി വരുത്തിക്കൊണ്ട് ആ മനസ്സും അതുപോലെ തന്നെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒരേപോലെ ഏകാഗ്രതമായിക്കൊണ്ട് ആ രുക്മിണി ദേവി പ്രാർത്ഥിച്ചോടെ ആ ഭഗവതിയുടെ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്ന് ആ പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചു. എന്നിട്ടോ താം വൈ പ്രവേശോ ബാലാം വിധിജ്ഞാ വിപ്രയോഷിത ഭവാനീം വന്ദയാഞ്ചക്രു ഭവപത്നീം ഭവാന്യുതാം. അവിടെ വെച്ച് പ്രായമുള്ളവരും ക്ഷേത്രാചാരങ്ങള് നന്നായിട്ട് അറിയാവുന്നവരുമായിട്ടുള്ള ആ ബ്രാഹ്മണ സ്ത്രീകളൊക്കെ പറഞ്ഞു, പരമേശ്വരനോട് ഒത്തിരിക്കുന്നതായിട്ടുള്ള ആ പാർവതി പരമേശ്വരന്മാരാണ് ഇന്ന് ദമ്പതികളുടെ ഒക്കെ അല്ലെ ഉത്തമ ഉദാഹരണം എന്നുള്ളത് കാണിച്ചു കൊടുത്തു. ഈ ജഗത്തിന്റെ തന്നെ മാതാപിതാക്കന്മാരായിട്ടുള്ള ആ രുക്മിണി ദേവി നമസ്കരിക്കൂ എന്ന് തന്റെ മുതിർന്നവരായിട്ടുള്ള മുത്തശ്ശിമാര് മറ്റമ്മമാര് ചെറിയമ്മമാര് എല്ലാവരും പറഞ്ഞ് നമസ്കരിപ്പിക്കുന്നു അവിടെ. അങ്ങനെ ആ കുടുംബ സമേതത്തോടു കൂടിയിട്ടുള്ള ശിവപാർവതിയുടെ മുമ്പിൽ വന്ന് നാരീശ്വരി സങ്കല്പത്തോടു കൂടിയിട്ടുള്ള ആ ഭഗവതിയുടെ മുമ്പിൽ അവിടുന്ന് ഗംഭീരമായിട്ട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? നമസ്യേ ത്വാംബികേ ഭീഷ്ണം സ്വസന്താനസുതയുതാം ശിവാം ഭൂയാൽപതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. ആ മംഗളസ്വരൂപിണിയായിട്ടുള്ള ഹേ ഗൗരി മാതാവായിട്ടുള്ള ശിവപത്നിയായിട്ടുള്ള അംബികാദേവി ഗണപതി സുബ്രഹ്മണ്യൻ പോരാ അല്ലെ സ്വസന്താനയുതാം ശിവ ആ ഗണപതിയോടും സുബ്രഹ്മണ്യനോടും കൂടി ചേർന്നിരിക്കുന്നതായിട്ടുള്ള അവിടുത്തെ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ഭഗവാൻ കൃഷ്ണസ്തദ് അനുമോദത. ആ ശ്രീകൃഷ്ണൻ ആ പരമാത്മാവായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഭഗവാൻ തന്റെ ഭർത്താവായിട്ട് വരണേ അമ്മേ എന്ന് അവിടുന്ന് അതിനു വേണ്ടിയിട്ട് വേണ്ട പോലെ അനുഗ്രഹിക്കുമാറാകണമേ എന്നുള്ള രീതിയിൽ ആ പ്രാർത്ഥിച്ച് നമസ്കരിച്ചു. വേണ്ടതായിട്ടുള്ള ആ ഉപഹാരങ്ങൾ കൊണ്ടുവന്നതായിട്ടുള്ള ഉപഹാരങ്ങളെ കൊണ്ടൊക്കെ ഷോഡശ ക്രിയകളൊക്കെ ചെയ്തു. അതായത് ഗന്ധം പുഷ്പം ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളെ കൊണ്ട് പൂമാല രത്നമാലയൊക്കെ സമർപ്പിച്ചു. പായസം അപ്പമൊക്കെ എതിച്ച് ദീപാരാധന ചെയ്ത് ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം ദീപങ്ങളൊക്കെ കൊളുത്തി അവിടെ എല്ലാവരെയും സന്തോഷിപ്പിച്ചോടെ ഇങ്ങനെ പൂജ ഓരോ ദേവീദേവന്മാർക്കും പ്രത്യേകം അവിടെ നടത്തി എന്ന് പറയാണ്. ആദ്യം ഗണപതി, പിന്നീട് സുബ്രഹ്മണ്യൻ, പാർവതി, ശിവൻ, ഇങ്ങനെ എല്ലാവരെയും അവിടുന്ന് സന്തോഷിപ്പിച്ചു. അവിടുന്ന് വിപ്രസ്ത്രീയ പതിമതി തഥാതൈ സമപൂജയല്ലവണാഭൂപതാംബൂലകണ്ഠസൂത്രഫലിക്ഷുഭി. പിന്നെ ആ ദേവീദേവന്മാരുടെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് സുമംഗലകളായിട്ടുള്ള ആ ധാരാളം ബ്രാഹ്മണ സ്ത്രീകളുണ്ടായിരുന്നു. ഇനി എന്താണ്? ആ മംഗല്യമുള്ള ബ്രാഹ്മണ സ്ത്രീകളെയൊക്കെ അവരെയൊക്കെ ആരാധിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള ഗന്ധപുഷ്പാക്ഷിതയൊക്കെ സമർപ്പിച്ചതിന് ശേഷം പിന്നീട് വിശേഷമായിക്കൊണ്ട് അല്ലെ താമ്പൂലം കൊടുക്കുക എന്ന് പറയും അല്ലെ. പറയാറില്ല നമ്മൾ മംഗളമായിട്ടുള്ള വിവാഹത്തിനൊക്കെ എന്താണ് 3 കൂട്ടണം. സ്ത്രീകള് മംഗല്യമുള്ള സ്ത്രീകള് 3 കൂട്ടണം എന്ന് പറയും. അങ്ങനെ ആ അപ്പം, അതുപോലെ തന്നെ താമ്പൂലം, മംഗല്യസൂത്രം, പഴം, കരിമ്പ് ഇങ്ങനെയുള്ളതൊക്കെ നൽകി അവര് അനുഭവിച്ച ശേഷമായിട്ടുള്ള അത് പ്രസാദമായിട്ട് രുക്മിണി ദേവിയും അവിടുന്ന് സ്വീകരിച്ചു. ഇങ്ങനെ രുക്മിണി ദേവിയെ എല്ലാവരും ആ ബ്രാഹ്മണ സ്ത്രീകളൊക്കെ അവിടുന്ന് അനുഗ്രഹിച്ച് അങ്ങനെ ദേവിയെയും നമസ്കരിച്ചതിന് ശേഷം ആ ബ്രാഹ്മണ സ്ത്രീകളെയും നമസ്കരിച്ച് അവർ കൊടുത്തതായിട്ടുള്ള പ്രസാദമൊക്കെ സ്വീകരിച്ചുകൊണ്ട് വേഗം ആ ഇങ്ങനെയുള്ള മംഗല്യ പൂജയൊക്കെ ചെയ്തതിന് ശേഷം വേഗം തിരിച്ച് തന്റെ ഗൃഹത്തിന് കൊട്ടാരത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് അങ്ങനെ ഇപ്പം തിരിച്ചിങ്ങോട്ട് പോകുമ്പോ എങ്ങനെയാണ്? അവിടെ പലതരത്തിലുള്ള ആരാധനകളൊക്കെ കഴിഞ്ഞ് വേറെ ആരും സപ്പോർട്ടായിട്ടില്ല എന്ന് പറയാണ്. ആരുടെയും അകമ്പടി ഇല്ലാതെ ആ തോഴിമാരുടെ കയ്യും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള രുക്മിണി. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ചുറ്റും രാജഭടന്മാരും മറ്റും ഉണ്ടായിരുന്നു എങ്കിൽ അവർക്കാർക്കും അല്ലെ ഇപ്പോ അവിടെ തടിച്ചുകൂടിയതായിട്ടുള്ള രുക്മിണിയെ നേരിട്ട് ദർശനം കാണുവാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ട് അവിടെ രുക്മിണി ദേവി ആ ദേവീക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. താം ദേവമായാമിവ വീരമോഹിനി സുമധ്യമാം കുണ്ടലമണ്ഡിതാനനാം ശ്യാമാം നിതംബാർപ്പിതരത്നമേഖലാം വ്യഞ്ജസ്തനീം കുന്തല ശങ്കിതേക്ഷണാം. ഏത് വീരനെയും മോഹിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യം അല്ലെ. ആ അങ്ങനെയുള്ള ഭഗവൻ മായയാണ് യഥാർത്ഥത്തിൽ രുക്മിണി ദേവി എന്ന് കാണിക്കുകയാണ്. ലക്ഷ്മി ഭഗവതി എന്ന് കാണിക്കുകയാണ്. അവളുടെ ആ അരക്കെട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണ്. മുഖത്തോ
ആ കുണ്ടലങ്ങളൊക്കെ ഇങ്ങനെ അലങ്കാരത്തോടു കൂടിയിട്ടുള്ള ആ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആ രുക്മിണി ദേവിയെ വസ്ത്രത്തിന് മേലേല് അരയില് കെട്ടിയിട്ടുള്ള ആ രത്നങ്ങളെ പതിച്ചതായിട്ടുള്ള അരഞ്ഞാൻ തിളങ്ങുന്നു അവിടെ. പിന്നെയോ ഇങ്ങനെ ആ കുറുനിരകള് പ്രത്യേക രീതിയിൽ എന്താണ് നെറ്റിയിലെ കുറുനിരകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പിന്നെ എല്ലാവരെയും ആ എന്താണ് കുറുനരികൾ വീഴുന്നത് അല്ലെങ്കിൽ ഭയന്ന് ആ ചഞ്ചലയാർന്നതായിട്ടുള്ള കണ്ണുകള് കാണാൻ സാധിക്കും. തൂമന്തഹാസം. പിന്നെയോ തൊണ്ടിപ്പഴത്തോടുകൂടി അല്ലെ സാമ്യമായിട്ടുള്ള ആ തൃച്ചുണ്ടുകള്. ഇങ്ങനെ ആ സൗന്ദര്യത്തിന്റെ ദേവതയായിട്ടുള്ള സന്തോഷത്തിന്റെ സമ്പത്തിന്റെ ഒക്കെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി എന്തെന്നില്ലാതെ എല്ലാവരെയും പോരാ ആ മുല്ലമുട്ടുകളെ പോലെയുള്ള ആ പല്ലുകള് അല്ലെ ദന്തപ്രകാരങ്ങള് രാജഹംസം എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ ആ ആന ചന്തം അല്ലെ പോകുന്ന പ്രൗഢി. അങ്ങനെ കാലുകള് ഇളക്കുമ്പോൾ ആ സ്വർണം കൊണ്ട് എന്താണ് കലാപരമായിക്കൊണ്ട് പണിതതായിട്ടുള്ള പാദസരങ്ങള് കിലുകിലാ ശബ്ദം ഉണ്ടാക്കുന്നു. സ്വർണ്ണ പാദസരങ്ങൾ കിലുകിലാ ശബ്ദം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ആ രുക്മിണി എന്തായി അടിക്ക് അടി വെച്ച് നടന്നു. എങ്ങനെയാണ് നടക്കുന്നത്? പണ്ട് കുലസ്ത്രീകളൊക്കെ ആകുമ്പോ എന്തായി നേരെ തന്റെ പാദം നോക്കി നടക്കണം എന്ന് പറയും. എന്നുവെച്ചാൽ തല കുനിച്ച് നടക്കണം എന്ന് പറയും. പിറ്റേ ദിവസം ആരാ തല കുനിക്കുന്നത് അറിയില്ല എങ്കിൽ പോലും ആ സമയത്ത് അല്ലെ തന്റെ പാദം നോക്കിക്കൊണ്ട് നടക്കണം എന്ന് പറയും കുലസ്ത്രീകള്. അങ്ങനെ നടന്ന് ആ വീരപുരുഷന്മാരെ ഒക്കെ അവർക്കൊക്കെ കാണാൻ പാകത്തിനുള്ള രീതിയിൽ അവരെ എല്ലാം എന്താണ് മോഹിപ്പിക്കുന്ന രീതിയിൽ രുക്മിണി അവിടുന്ന് വന്നു എന്ന് പറയുകയാണ്. കാരണം ഇത് എന്താണ് ശരിക്കും ആരും കണ്ടിട്ടില്ല ഇതുവരെ. ശുചിസ്മിതാം ബിംബഫലാദ്യുരദ്യുതിശോണായമാനദ്വിജകുന്ദകുന്ദകുഷ്മളാം പദാചലന്തീം കളഹംസഗാമിനീം ചിഞ്ചൽ കലാനൂപുരധാമ ശോഭിന. യഥാർത്ഥത്തിൽ എന്തിനാ ഇത്ര വിസ്തരിച്ചത്? എന്തിനാ ഇത്ര വിസ്തരിച്ചത്? ഇതാരാ ശരിക്കുന്നത്? ലക്ഷ്മി ഭഗവതിയാണ്. അപ്പം വേദവ്യാസ മഹർഷി ഭഗവാന്റെ ആ രൂപത്തെയും ഭഗവാന്റെ എവിടെയാണോ എന്നല്ലേ ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കാൻ സാധിച്ചെങ്കിൽ അവിടെയൊക്കെ ഭംഗിയായിട്ട് ഭഗവാന്റെ ധ്യാനം ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ലക്ഷ്മി ഭഗവതിയുടെ ഒരു ധ്യാനമാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതെന്ന് പറയാണ്. എന്തായാലും അവിടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ആർക്കും കാണാൻ സാധിച്ചില്ല. ഇപ്പൊ എന്തായി ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടുള്ള ദേവത തന്നെ അവിടുന്ന് ഇറങ്ങി വരികയാണോ എന്ന് തോന്നുന്ന രീതിയിൽ എല്ലാവരും കണ്ടു. യാം വീക്ഷ്യതേ നൃപതയസ്തദുദാരഹാസവ്രീഡ അവലോകകൃത ചേതസ ഉച്ഛിതാസ്ത്രാഹ ഹേതുക്ഷിതോ ഗജരഥാശ്വഗതാ വിമൂഢായാത്രാച്ഛലേന ഹരയേർപ്പയതീം സ്വശോഭാം. എന്തായാലും ആ ക്ഷേത്രത്തിൽ നിന്ന് വേഗം തന്റെ രഥസമീപത്തേക്ക് നടക്കുകയാണ് എന്നുള്ള വ്യാജേന രുക്മിണി എന്തായി തന്റെ ആ അഭൗമമായിട്ടുള്ള അല്ലെ അനന്യ നാരീ സദൃശമായിട്ടുള്ള ആ തന്റെ സൗന്ദര്യത്തെ രൂപലാവണ്യത്തെ എല്ലാവരെയും കാണുക ആർക്ക് വേണ്ടിയിട്ട്? ആ ശ്രീഹരിക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയുള്ള ആ ശ്രീഹരിക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ പോയി. അവിടെ തടിച്ചുകൂടിയതായിട്ടുള്ള ആ രാജാക്കന്മാരെല്ലാവരും എന്താണ് അവരൊക്കെ അല്ലെ ഒരു നിമിഷം പോലും ആ കണ്ണൊന്നും അടയ്ക്കാതെ അല്ലെ കണ്ണിമ വെട്ടാതെ ആ ഭംഗി ആ രുക്മിണിയെ തന്നെ നിരീക്ഷിച്ചു. അവിടെ അവര് എല്ലാവരും എന്താണ് അസ്ത്രായുധങ്ങളൊക്കെ എന്തിക്കൊണ്ട് ആനപ്പുറത്തും രഥത്തിലും കുതിരപ്പുറത്തും ഒക്കെ പലതരത്തിലുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ രാജാക്കന്മാരെല്ലാവരും അവളുടെ ആ തൂമന്തഹാസവും അതുപോലെ തന്നെ അവളുടെ ആ ലജ്ജാഭരിതമായിട്ടുള്ള കടാക്ഷങ്ങളിലൊക്കെ എന്താണ് വശീകൃതരായിക്കൊണ്ട് രാജാക്കന്മാരൊക്കെ എന്തായി എന്നെ രുക്മിണി ഇങ്ങോട്ട് നോക്കണം എന്നുള്ള രീതിയിൽ അല്ലെ. പണ്ട് ഇതുപോലൊരു സംഭവം ഉണ്ടായതാ പാലാഴിമർദ്ദനത്തില് അല്ലെ. അവിടെ എന്താ പറ്റിയത്? ആരുടെ അടുത്ത് ഈ ദേവന്മാരുടെ അടുത്തോ അസുരന്മാരുടെ അടുത്തോ ഒന്നും പോകാതെ തന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒട്ടും ഒരാഗ്രഹവും ഇല്ലാതെ മാറിയിരിക്കുന്ന ആ അജിതാവതാരത്തിന് മുമ്പിൽ എങ്ങനെയാണോ ചെന്ന് മാലയിട്ടത് എന്നതുപോലെ ആ രാജാക്കന്മാരൊക്കെ മോഹിതരമായിക്കൊണ്ട് ആയുധങ്ങളെല്ലാം കൈവിട്ട് വാഹനങ്ങളിൽ നിന്നൊക്കെ എന്താണ് ഇപ്പം ആ രുക്മിണിയുടെ സൗന്ദര്യത്തില് ആകൃഷ്ടമായി എന്ന് പറയാണ്. അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ മുറ്റത്തോട് തൊട്ടടുത്തുള്ള രാജവീഥികളിൽ ആ രുക്മിണിക്ക് രാജധാനിയിലേക്ക് മടങ്ങാനുള്ള രഥം ഒക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാനും അടികൾ മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് രഥത്തിലേക്ക് കയറാൻ. അപ്പൊ എന്തായി ഈ കണ്ണനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല രുക്മിണിക്ക്. അതിനുവേണ്ടി എന്ത് ചെയ്തു?
സൈവം ശനൈശ്ചലയതി ചല പത്മകോശോ പ്രാപ്തിം തത് ഭഗവത പ്രസമീക്ഷമാണോ ഉത്സാര്യ വാമകരജൈർ അളകാനപാംഗൈ പ്രാപ്താൻ ഹൃയൈക്ഷത നൃപാൻ ദദൃശേച്യുതം സാ. വേഗം തന്നെ ആ കൃഷ്ണനെ കാണുന്നില്ലോ എന്ന് വിചാരിച്ചിരുന്ന രുക്മിണി, ഉറപ്പുണ്ട് രുക്മിണിക്ക്, പക്ഷെ എവിടെയാണ് എന്നുള്ളത്, എന്താ ഭഗവാൻ തന്നെ കാണിക്കാത്തത് എന്ന രീതിയിൽ എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ എന്താണ് ശ്രീകൃഷ്ണൻ ആ രംഗത്തേക്ക് സന്നിഹിതനായിട്ടുണ്ട് എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ചന്താമര മുട്ടുകളാകുന്ന ആ തൃപ്പാദങ്ങളെ മന്ദമന്ദം ചലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ആ രുക്മിണീ ദേവി അദ്ദേഹത്തെ ദർശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, തന്റെ അളകങ്ങളൊക്കെ ഒന്ന് മാറ്റുന്നു എന്നുള്ള രീതിയിലാണ് ഇതാ ഇങ്ങനെ അങ്ങ് മാറ്റി പതുക്കെ മാറ്റിക്കൊണ്ട് ഒരു കണ്ണുകൊണ്ട് അങ്ങ് നോക്കി എന്നാണ്. അതുകൊണ്ടായിരിക്കാം ഇന്നത്തെ അല്ലെ ഈ കാമുകൻ കാമുകിമാരൊക്കെ പരസ്പരം അല്ലെ ആശയവിനിമയം ചെയ്യുന്ന എന്താണ്, ഈ ഒരു കണ്ണടച്ചാൽ ഇഷ്ടമാണ് എന്നുള്ളതാണ് അല്ലേ. എന്ന് പറഞ്ഞാല് ആ ഒരു ഭാഷ കാണിച്ചു കൊടുത്ത ആരാണ്? ഈ ഗുരുവായൂരപ്പൻ തന്നെയാണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെ അളകങ്ങളിലൂടെ ദാ ഒരു കണ്ണ് തുറന്നു നോക്കിക്കെടുത്ത് അടിച്ചു നീലവെട്ടം അല്ലെ, സമാധാനായി. ഇനി എന്തായി? ഇനി സമാധാനായിക്കൊണ്ട് പ്രാപ്താൻ ഹൃയൈക്ഷത നൃപാൻ ദദൃശേച്യുതം സാ. കണ്ടതോടുകൂടി വേഗം തന്നെ രുക്മിണിക്ക് പിന്നെ സംശയം തോന്നില്ല, ഇനി നടപ്പിന്റെ സ്പീഡ് കൂട്ടാം. ഇത്ര നേരം അല്ലെ എവിടെയാണ് കൃഷ്ണൻ എന്നുള്ള അറിയാനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് പതുക്കാണത്. ഇനി വേഗം തന്നെ തന്റെ ആ രഥത്തിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോഴേക്കും താം രാജകന്യാം രഥമാരുരുക്ഷതീം ജഹാര കൃഷ്ണോ ദ്വിഷതാം സമീക്ഷതാം രഥം സമാരോപ്യ സുപർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവ. ഹേ രുക്മിണി ദേവി, ഇനിയിപ്പോ എന്താണ്, സുവർണ ലക്ഷണമായിട്ട് ഒരു രഥം അവിടെ കിടപ്പുണ്ട്, അവിടെയാണ് ഇനി രുക്മിണി ദേവി കയറേണ്ടത് എന്നുള്ള രീതിയിൽ ആ രഥത്തിലേക്ക് കയറുവാൻ ഭാവിക്കുന്നതായിട്ടുള്ള രാജകുമാരിയായിട്ടുള്ള ആ രുക്മിണി ദേവിയെ ശത്രുക്കളായിട്ടുള്ള പലതരത്തിലുള്ള രാജാക്കന്മാരിപ്പോ യുദ്ധമൊക്കെ മറന്നു അവര്. കാരണം എന്താണ്, ഈ ലക്ഷ്മി ദേവി വന്നതോടുകൂടി, ഐശ്വര്യം വന്നതോടുകൂടി അതിലേക്ക് ഭ്രമിച്ച് തന്റെ ആത്മതത്വം പോലും അല്ലെങ്കിൽ താൻ വന്നത് എന്തിനാണെന്ന് പോലും മറന്നിരിക്കുന്ന ആ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അവരൊക്കെ മിഴിച്ചു നിൽക്കെ തന്നെ ആ ലക്ഷ്മീ വല്ലഭനായിട്ടുള്ള ആ ഭഗവാൻ തനിക്ക് ഗരുഡാലങ്കാരം, ഗരുഡനെ സുവർണ ലക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആ രഥത്തിലേക്ക് ആ രുക്മിണി ദേവിയെ പാണി പിടിച്ച് കയറ്റി അവിടെ. അങ്ങനെ കൃഷ്ണനും അതിലേക്ക് കയറി അവിടെ കൂടിയതായിട്ടുള്ള രാജാക്കന്മാരുടെ ഒക്കെ നോട്ടത്തെയൊക്കെ അവഗണിച്ചുകൊണ്ട് വേഗം ആ ബലരാമ പ്രകൃതികളായിട്ടുള്ള യാദവ മുഖ്യന്മാരാൽ അവിടുന്ന് വേഗം തന്നെ യാത്രയാകുവാൻ വേണ്ടി പുറപ്പെട്ടു എന്ന് പറയണ. തതോയോ രാമ പുരോഗമൈ ശനീ ശൃഗാല മധ്യാദിവ ഭാഗഹരി. അപ്പം ആ ദ്വാരകയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭഗവാൻ രുക്മിണിയും കയറ്റിക്കൊണ്ട് യാത്രയായി എന്ന് പറയാണ്. അപ്പം ഇത്രയും സമയം കൊണ്ട് ആ തന്റെ രഥത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു എന്ന് പറയാണ് ശരിക്ക്. അപ്പം വേഗം തന്നെ ആ കൈപിടിച്ച രഥത്തിലേക്ക് കയറ്റി ശത്രുക്കളൊക്കെ നോക്കി നിൽക്കെ തന്നെ ആ രുക്മിണിയും കൊണ്ട് ആ ദ്വാരകയിലേക്ക് പോകാൻ തുടങ്ങി. തമ്മാനിന സ്വാഭിഭവം യശക്ഷയം പരേ ജരാസന്ധവശാനസേഹിരേ അഹോദിഗസ്മാൻ യശ ആത്തധന്വനാം ഗോപൈർഹൃതം കേസരിണാം മൃഗൈദിവാ. പിന്നീട് ആ ജരാസന്ധ പക്ഷത്തുള്ള ധാരാളം ദുരഭിമാനികളായിട്ടുള്ള ദുഷ്ടരാജാക്കന്മാര് അവര് ആ ശ്രീകൃഷ്ണന്റെ ഈ രുക്മിണീകരണം ഒട്ടും അവിടുന്ന് സഹിച്ചില്ല അവർക്ക്. അവര് വേഗം തന്നെ എന്തായി, സ്വയം അവര് പഴിചാരിയാണ്. നമ്മളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം എന്നുള്ള രീതിയിൽ പരസ്പരം അവര് സ്വയം അല്ലെ. അതാണ് അവിടെ പറഞ്ഞത്, അഹോദികസ്മാൻ യശ ആത്തധന്വനാം ഗോപീർഹൃതം കേസരിണാം മൃഗൈരിവാ. അപ്പൊ ഈ സിംഹങ്ങളുടെ പങ്ക് അല്ലെ, ക്ഷുദ്രമായിട്ടുള്ള മൃഗങ്ങൾ കൊത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ. ഈ സിംഹക്കുട്ടികൾ ഇത്രയും ഉണ്ടായിട്ട് ഒരു കുറുക്കൻ വന്ന് ആ രുക്മിണിയെ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അല്ലെ. അതുകൊണ്ട് ആ ബാല്യത്തിലെ പശുപാല വൃത്തി നടത്തിയതായിട്ടുള്ള അവനാണ് ഇപ്പം ആ രുക്മിണിയെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പരിഹസിക്കുന്ന സമയത്തൊക്കെ എന്താണ്, ഏറ്റവും നിന്ദ്യമായിട്ടുള്ള സംജ്ഞകളൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന്, പേരുകളൊക്കെയാണ് അവരുടെ ഉള്ളിൽ. ഈ അസൂര്യമായിട്ടുള്ള ബുദ്ധിയാണല്ലോ അവർക്കുള്ളത്. എന്തായാലും അവിടെ പറയുന്നത് അങ്ങനെ അവര് എളുപ്പനായിക്കൊണ്ട് ഭഗവാൻ ആ രുക്മിണിയെ കൂട്ടിക്കൊണ്ട്
യാത്രയായി എന്ന് പറയണം. അപ്പം ഇവിടെ യുദ്ധമൊക്കെ ചെയ്ത് രുക്മിണിയെ വീണ്ടെടുക്കാൻ നടത്തിയതായിട്ടുള്ള ആ ശ്രമഫലമൊന്നും രുക്മിണിയുടെ കൂട്ടുകാരന്മാരായിട്ടുള്ള ദുഷ്ടരാജാക്കന്മാരിലോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവിടെ അവസാനിപ്പിച്ചത്. ഇപ്പം നമ്മൾ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് വിസ്തരിച്ച് പറഞ്ഞത്. ഇപ്പം കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്ന് വിചാരിക്കാം. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഓരോ ശ്ലോകങ്ങൾ പോകുമ്പോഴാണ് അതിന്റെ മാധുര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ പ്രഭാഷണങ്ങൾക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം.